എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. അല്ല ഗഫൂർക്ക, നമ്മളെ വേലായുധം രക്ഷപ്പെടൂലേ? പിന്നല്ലാണ്ട് ഓപ്പറേഷൻ കാലത്ത് കഴിഞ്ഞല്ലേ ഓപ്പറേഷൻ സർക്കസ് ആയിന്നാണ് വേലായുധന്റെ അനിയൻ അവിടുന്ന് വിളിച്ചറിഞ്ഞത്. സർക്കസോ? ആ, അങ്ങനെന്തോ സംഗതിയാണ് പറഞ്ഞത്. ഓ, ഓപ്പറേഷൻ സക്സസ് എന്നായിരിക്കും. അതന്നെ, സർക്കസ്. എന്തായാലും വേലായുധനെ കാണാൻ ഞമ്മള് ചെന്ന വലിയ സന്തോഷാവും. എടോ, ഞമ്മൾ അങ്ങനെ കഴിഞ്ഞ ചങ്ങായിമാരല്ലടോ. ഗഫൂർക്ക, ദാ മെഡിക്കൽ കോളേജ് സ്റ്റോപ്പ് എത്തിട്ടോ. ഹലോ സെക്യൂരിറ്റി, ഒന്ന് കടത്തി വിടോ, വളരെ അത്യാവശ്യമാണ്. എന്ത് അത്യാവശ്യമായാലും ഇപ്പോൾ അകത്തേക്ക് കടക്കാൻ സമ്മതിക്കില്ല. അതിനൊക്കെ അതിന്റേതായ സമയമുണ്ട്. അതിനൊക്കെ അതിന്റേതായ സമയമുണ്ട് ദാസാന്നോ? ഈ ഡയലോഗ് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എന്റെ പൊന്ന് സെക്യൂരിറ്റി, പ്ലീസ് എന്നെ ഒന്ന് അകത്തേക്ക് കയറ്റിവിട്, രക്തം കൊടുക്കാനുള്ളതാ. വേല കയ്യിലിരിക്കട്ടെ ചങ്ങാതി. ബ്ലഡ് ബാങ്ക് ഇവിടെയല്ല, അപ്പുറത്താ. ചീറ്റിപ്പോയി. ഒന്ന് മാറ്, എനിക്ക് അകത്തോട്ട് പോണം. എനിക്ക് അകത്തോട്ട് പോണെന്ന് പറ്റില്ല. സമയമാകാതെ അകത്തേക്ക് പ്രവേശനമില്ല. എടോ, ഞാൻ ഇവിടുത്തെ ഡോക്ടറാ, മാറിക്കടോ. നാറ്റക്കേസ് ആയനെ. എടാ അബു, നമുക്ക് അകത്തേക്ക് പോകാൻ ഒറ്റ വഴിയുള്ളൂ. നീ എന്റെ പിന്നാലെ വന്നോളണം. പടച്ചോനെ, എന്ത് വയ്യാണാവോ? ഹലോ, നമ്മൾ ഗഫൂറാണ്. എന്ത് മുഖ്യമന്ത്രിയെ വേണമെന്നോ? മുഖ്യമന്ത്രിയെ ഞാനെന്താ ഗിസൽട്ട് എടുക്കാണ്? ഒരു 4:30 വിളിക്ക്, അപ്പം കൊടുക്കാം. ഞമ്മള് കുറച്ച് ബിസിയാണ്. ഓക്കെ, അതൊക്കെ ഞാനേറ്റുന്ന്. നിങ്ങക്ക് തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റം വേണം, അത്രല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ. എടാ സെക്യൂരിറ്റി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണ്ടല്ലോ. അബു, എന്റെ പിന്നാലെ വാ. ഉവ്വ് സാറേ. കണ്ടില്ലേ, ഈ പിടിപാടുള്ളവന് എവിടെയും എപ്പോഴും കയറിച്ചല്ല.